മുൻ ISRO ചെയർമാൻ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു. അന്ത്യം ബംഗളൂരുവിൽ വിട ചൊല്ലിയത് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച ശാസ്ത്ര പ്രതിഭ. വിവരങ്ങളുമായി PJ അരുൺ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. അരുൺ, നമ്മുടെ ഒരുപാട് ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ശാസ്ത്ര പ്രതിഭയാണ് യാത്രയായിരിക്കുന്നത്. എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? മറ്റു വിവരങ്ങൾ എന്താണ്? മുൻ ISRO ചെയർമാൻ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു. അന്ത്യം ബംഗളൂരുവിൽ വിട ചൊല്ലിയത് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച ശാസ്ത്ര പ്രതിഭ. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണവിവരം ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തിയത്. ഇന്ത്യയുടെ അഭിമാനമായ ഒരുപാട് ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ശാസ്ത്രജ്ഞൻ കൂടിയാണ് ഇപ്പോൾ യാത്രയാകുന്നത്. ISROയെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു ഡോക്ടർ കസ്തൂരിരംഗൻ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത ബംഗളൂരുവിൽ നിന്ന് നമ്മളെ തേടിയെത്തുന്നു. ഇന്ന് നമ്മളെ തേടിയെത്തുന്ന മറ്റൊരു ദുഃഖവാർത്ത എന്നുകൂടി പറയേണ്ടി വരും. ആ രീതിയിൽ രാജ്യം ആദരിച്ച ശാസ്ത്ര പ്രതിഭ കൂടിയാണിപ്പോൾ നമ്മളെ വിട്ട് കടന്നു പോകുന്നത്. 1994 മുതൽ 2003 വരെയാണ് ISROയുടെ നേതൃത്വത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചത്. വിവരങ്ങളുമായി PJ അരുൺ ചേരുകയാണ്. അരുൺ, എപ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ എന്താണ്? മനു, അല്പം മുമ്പാണ് ബംഗളൂരു വെച്ച് ഇദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാവുകയും തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് ഇത് മരണം സ്ഥിരീകരിക്കുകയും ചെയ്തെന്നുള്ള വാർത്ത പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ വാർത്താ ഏജൻസി പുറത്തുവിട്ടിരിക്കുന്നത്. ഇദ്ദേഹം ബംഗളൂരുവിലായിരുന്നു അദ്ദേഹം നിലവിൽ താമസിച്ചിരുന്നത്. എറണാകുളത്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം. മലയാളിയായി പിന്നീട് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തിൻ്റെ ഉന്നതിയിലെത്തിയ ഒരു മഹാപ്രതിഭ തന്നെയായിരുന്നു കസ്തൂരിരംഗൻ. കാരണം 1994-നും 2003-നും ഇടയ്ക്ക് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് തൻ്റേതായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു ഭാഗധേയം നിർവഹിച്ച ഒരു വ്യക്തിത്വത്തെയാണ് ഇപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ മേഖലയ്ക്ക് ആകെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ISROയുടെ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞിരുന്നുവെങ്കിലും ഇന്ത്യൻ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സെൻറ്റർ ഉൾപ്പെടെയുള്ളതിൻ്റെ മേധാവിയായി അദ്ദേഹം ഇപ്പോഴും പ്രവർത്തിച്ചു വരികയായിരുന്നു. കൂടാതെ 1982-ൽ അദ്ദേഹത്തിന് പത്മശ്രീയും 1992-ൽ പത്മഭൂഷണും 2000-ൽ അദ്ദേഹത്തിന് പത്മവിഭൂഷണം നൽകി രാജ്യം ആദരിക്കുകയുണ്ടായി. എന്തായാലും കേരളത്തിന്, പ്രത്യേകിച്ച് എറണാകുളം സ്വദേശിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ്. ശാസ്ത്ര ബഹിരാകാശ മേഖലയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ്. കാരണം ഇദ്ദേഹം ISROയുടെ മേധാവിയായിരിക്കുമ്പോഴാണ് ചാന്ദ്രയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഒരു പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേരിട്ട് ഒരു നേതൃത്വം കൊടുക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് പിന്നീട് ചാന്ദ്രയാൻ ദൗത്യം വിജയകരമായി അതായത് പറഞ്ഞതുപോലെ വിദൂര ഗ്രഹങ്ങളിലേക്ക് നമ്മുടെ സാധ്യതകൾ തുറന്നിട്ട ഒരു ശാസ്ത്ര പ്രതിഭ കൂടിയായിരുന്നു. പ്രത്യേകിച്ചും ഈ വെഹിക്കിളുകളുടെ കാര്യത്തിൽ ഇപ്പോൾ PSLV ആയിക്കോട്ടെ, GSLV ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ഒരു ആധുനികവൽക്കരണത്തിന് ചുക്കാൻ പിടിച്ചത് കസ്തൂരിരംഗനാണെന്ന് പറയാൻ കഴിയും. ഒപ്പം തന്നെ ഈ റിമോട്ട് സെൻസിങ് ഉപഗ്രഹങ്ങൾ, പ്രത്യേകിച്ചും IRS-1C, IRS-1D അടക്കമുള്ള റിമോട്ട് സെൻസിങ് ഉപഗ്രഹങ്ങളൊക്കെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വിക്ഷേപിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയ്ക്ക് കസ്തൂരിരംഗൻ നൽകിയ ഏറ്റവും വലിയ സംഭാവനകളും അത് തന്നെയായിരിക്കും. അതെ മനു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നേരത്തെ മനു സൂചിപ്പിച്ച പോലെ തന്നെ PSLV, GSLV പോലുള്ള ലോഞ്ചിങ് വെഹിക്കിളുകളുടെ പേരുകൾ തന്നെയായിരിക്കാം കസ്തൂരിരംഗൻ ആദ്യമായി ഓർമ്മിപ്പിക്കപ്പെടുന്നത്. കാരണം കൊച്ചുകുട്ടികൾ വരെ ഉച്ചരിക്കുന്ന ബഹിരാകാശ കുതികളായ ബഹിരാകാശ മേഖലയിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിലുള്ള കുട്ടികൾ പോലും അല്ലെങ്കിൽ മുതിർന്ന ഇതുമായി ബന്ധപ്പെട്ട ഗവേഷകർ പോലും ഇദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മിപ്പിക്കപ്പെടും. കാരണം ചാന്ദ്രയാൻ ദൗത്യം, കൂടാതെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ പോലെയുള്ള ലോഞ്ചിങ് വെഹിക്കിൾ റോക്കറ്റ് രൂപത്തിൽ ഇദ്ദേഹം അതിൻ്റെ പ്രവർത്തന മേഖലയിൽ നിർണായകമായ ഒരു പദവി വഹിക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ നടപടികളിലേക്ക് ഇന്ത്യ കടക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായി വേണം ഇപ്പോൾ PSLVയുടെ ഇപ്പോഴത്തെ തലമുറ വെഹിക്കിൾ വരെ എത്തി നിൽക്കുമ്പോൾ പോലും നമുക്ക് കസ്തൂരിരംഗൻ്റെ ആ ഒരു ഭാഗധേയത്തെ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. കാരണം ഇദ്ദേഹം ശാസ്ത്ര ഗവേഷണ മേഖല, പ്രത്യേകിച്ച് ബഹിരാകാശ ഗവേഷണ മേഖലയിൽ ഇദ്ദേഹം നൽകിയ കണ്ടുപിടുത്തങ്ങളുണ്ട്, ഇദ്ദേഹം ഏറ്റെടുത്ത് നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ തന്നെയാണ് ഇന്ത്യയെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന ശക്തികളുടെ ആ ഒരു മുൻനിരയിലേക്ക് എത്തിക്കാൻ സഹായിച്ചതെന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവർത്തന മികവുകൊണ്ട് തന്നെ ഇദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു. 2003 മുതൽ 2009 കാലഘട്ടത്തിൽ രാജ്യസഭയിൽ ഇദ്ദേഹം അംഗമായിരുന്നു. ഈ ഒരു രാജ്യസഭാ പ്രാതിനിധ്യം പോലും ഇദ്ദേഹത്തിന് ലഭിച്ചത് ആ ഒരു ബഹിരാകാശ ഗവേഷണ മേഖലയിൽ ഇദ്ദേഹം ഉയർത്തിപ്പിടിച്ച അല്ലെങ്കിൽ ഇദ്ദേഹം കൊണ്ടുവന്ന ചില വികസന പ്രവർത്തനങ്ങളുണ്ട്. ഗവേഷണ പഠന മേഖലകളിൽ ഇദ്ദേഹത്തെ
അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പ്രവർത്തിപ്പിച്ച പല ഗ്രന്ഥങ്ങളുടെയും രചയിതാവാണ് ഇദ്ദേഹം. കൂടാതെ കസ്തൂരിരംഗൻ ഇത് പല മേഖലകളിൽ ഇദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം ഇദ്ദേഹം തെളിയിച്ചതാണ്. നമുക്കറിയാം പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഇപ്പോഴും ചർച്ചയായി ബന്ധപ്പെട്ടിരിക്കൊണ്ടിരിക്കുകയാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും ഇപ്പോഴും വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇനിയും ഗവേഷണ രംഗവുമായി ബന്ധപ്പെട്ട് ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട് മറ്റ് ജ്യോതിശാസ്ത്രപരമായ ഗവേഷണവുമായി ബന്ധപ്പെട്ട് കസ്തൂരിരംഗൻ്റെ പേര് ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം തുടങ്ങിവെച്ച ഒരു പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഈ ബഹിരാകാശ മേഖലയിലെ അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ മലയാളി ഒരു പക്ഷേ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുക ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പേരിലായിരിക്കാം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ചയാവുകയും വിമർശന വിധേയമാവുകയും ചെയ്ത പാരിസ്ഥിതിക ലോല മേഖലകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്, അതിന്റെ പേരിൽ തന്നെയായിരിക്കാം കേരളത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കപ്പെടുന്നത്, അല്ലേ? തീർച്ചയായും. കാരണം ഈ മലയോര മേഖല പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് എപ്പോഴൊക്കെ ചർച്ച ഉയർന്നു വരുമ്പോഴെല്ലാം ഉയർന്നു കേൾക്കുന്ന ഒരു പേര് തന്നെയാണ് കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ പഠനങ്ങൾ നടത്തുകയുണ്ടായി. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ 37% ഓഫ് ഇക്കോളജിക് പരിസ്ഥിതി ലോല പ്രദേശമാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പ്രത്യേകമായി പറയുന്നത്. ജനങ്ങളുടെ കൂടി പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു റിപ്പോർട്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളും അതേപോലെ തന്നെ വിമർശനങ്ങളും ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി തന്നെയാണ് ഈ കസ്തൂരിരംഗൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പലപ്പോഴും ഈ ഉരുൾപൊട്ടലെല്ലാം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ എല്ലാം ഉണ്ടാകുമ്പോൾ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ പോലും ഉയർന്നു വന്ന റിപ്പോർട്ടുകളിൽ ഒന്നായിരുന്നു കസ്തൂരിരംഗൻ്റെയും മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട്. അപ്പോൾ അത് എന്തായാലും ഏതൊരു പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സംഭവം ഉണ്ടാകുമ്പോൾ ഒരു ചർച്ച ഉയർന്നു വരുമ്പോൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു പേര് തന്നെയാണ് കസ്തൂരിരംഗൻ്റെ പേര്. അദ്ദേഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികൾക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വമായിരുന്നു, കേരളത്തിൻ്റെ സ്വന്തമായിരുന്നു, ഇന്ത്യയുടെ മൊത്തം സ്വന്തമായിരുന്നു. ഇന്ത്യയുടെ പേര് ലോക ബഹിരാകാശ ഗവേഷണ മേഖലയിൽ ഉയർത്തിപ്പിടിച്ച ഒരു മഹത്തായ വ്യക്തിത്വത്തിനുടമയായിരുന്നു കസ്തൂരിരംഗൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് എക്കാലവും ഓർമ്മിക്കപ്പെടും. പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇനിയും ഉയർന്നു വരും, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉയർന്നു വരും. അപ്പോഴെല്ലാം ഇദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു കേൾക്കുമെന്നതിൽ സംശയമില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട അന്ത്യം സംഭവിച്ചു എന്നുള്ള വാർത്തകൾ തന്നെയാണ് നമുക്ക് ഇപ്പോൾ പുറത്തുവിടാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കേരളത്തിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിലെല്ലാം ഇനിയും നമുക്ക് കൺഫേം ചെയ്ത് പറയേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് ഇനിയും പുറത്തു വരുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം എന്തായാലും ഏതൊക്കെയാണ് തുടർ നീക്കങ്ങൾ, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശരീരം കേരളത്തിലേക്ക് എത്തിക്കുമോ, ജന്മനാടായ എറണാകുളത്തേക്ക് കൊണ്ടുവരുമോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിയാനുണ്ട്. അക്കാര്യത്തിലൊന്നും തീരുമാനം വരുന്നതേ ഉള്ളൂ. ഏതായാലും ലോകമാദരിക്കുന്ന ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ കെ കസ്തൂരിരംഗൻ. ഒപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ച് കസ്തൂരിരംഗൻ റിപ്പോർട്ടും ഏറെ പ്രധാനപ്പെട്ടതാണ്. ആ രീതിയിൽ കൂടി അദ്ദേഹത്തെ നമ്മളിവിടെ ഓർമ്മിക്കുകയും ആ സമീപനത്തിൽ അദ്ദേഹത്തെ കാണുകയും ഒക്കെ ചെയ്തതാണ്. വിവരങ്ങളാണ് PJ അരുൺ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്.